ഹായ് ഓൾ, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 മാങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-25 അല്ലി വെളുത്തുള്ളിയും ഒരു 10 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിൽ നല്ലെണ്ണ, 1 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നമുക്കതിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിവിടെ മുളക് പൊടി ഇടാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതാകുമ്പം അധികം എരിവ് ഉണ്ടാകത്തില്ല, പക്ഷെ നല്ല കളർ കിട്ടും. ഇതും ചെറു തീയിൽ വെച്ച് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കായപ്പൊടിയാണ് വേണ്ടുന്നത്. അതൊരു 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ വരെ ഇടാം. ഇത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് പുരട്ടി വെച്ച മാങ്ങയാണ്. ഇത് ഏകദേശം 10 മാങ്ങയോളമുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, സോ അതിനെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു ടിന്നിലിട്ട് വെക്കാം. വെള്ളം നനവൊന്നും ഇല്ലെങ്കിൽ ഇത് പുറത്തിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.